ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് അവർക്കും സ്വാഗതം. അതായത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളും മനസ്സിനെ ചിന്തിപ്പിക്കുന്ന പ്രശ്നങ്ങളും ഓരോരോ ബാധ്യതകളെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളും മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളും അനാരോഗ്യ പ്രശ്നങ്ങളും വിദ്യാഭ്യാസ പ്രശ്നങ്ങളും വാഹന പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും സന്താന പ്രശ്നങ്ങളും എല്ലാം ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് അലട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ കുടുംബജീവിതത്തിൽ എന്ന് തന്നെ പറയാം. അപ്പോൾ ഏതിനെങ്കിലും ഒരു അലട്ടലില്ലാത്ത ജീവിതം ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏതൊരു കുടുംബമായാലും ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് എന്തിനെങ്കിലൊക്കെ അലട്ടലുണ്ടാവും. ഒരു കാര്യം കഴിയുമ്പോഴായിരിക്കും അടുത്ത കാര്യം വരും. ഒന്നുമില്ലെങ്കിൽ സന്താനങ്ങളെ പറ്റി എന്തെങ്കിലും അവരെ ഒരു പൊസിഷനിൽ എത്തിക്കണം എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു ഭവനം വെക്കണമെന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു ആഭരണം വാങ്ങിക്കണം എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കണം എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു വാഹനം വന്ന് വയ്ക്കുക, ഒരു ഭവനം വെക്കണം വയ്ക്കുക. അങ്ങനെ ഓരോ ചിന്തകൾ സബലീകരിക്കുമ്പോഴായിരിക്കും അടുത്ത ചിന്തകളെ പറ്റി വരുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസങ്ങളെ പറ്റിയും നമ്മൾ ആകുലപ്പെടാറുണ്ട്. ഇന്നത്തെ ദിവസം എന്തുണ്ടാവും, ഇന്നേക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ദിവസമാണ്, ഇതിനെയെല്ലാം നമ്മൾ എങ്ങനെ തരണം ചെയ്തു പോകും, അല്ലെങ്കിൽ നാളേക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്, എങ്ങനെ ഇതിനെയെല്ലാം തരണം ചെയ്തു പോകും എന്നൊരു മാനസികപരമായിട്ടുള്ള ചിന്തകൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീ ആയാലും എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്ത വ്യക്തികൾക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. തൊഴിൽ പ്രശ്നമാണെങ്കിലും അത് തൊഴിലിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും മേലധികാരികളുടെ പ്രശ്നങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും സേനാധിപത്യം വരുന്ന അങ്ങനെ ആരും ആകട്ടെ എന്ന് പറയുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കെല്ലാം അവർ ചിലപ്പോൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ടാവും, നല്ലൊരു കാര്യങ്ങൾ വരണമേ, നല്ലൊരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കണമേ, അല്ലെങ്കിൽ നല്ലൊരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കണേ എന്ന് പറഞ്ഞിട്ട് അത് പലതിനും വേണ്ടി ഓരോരുത്തർക്കും ഓരോരോ ചിന്തകളായിരിക്കാം. എന്തെങ്കിലും നല്ല ശുഭകാര്യങ്ങൾ ചില ദിവസങ്ങളിൽ നമുക്കൊരു മാസത്തിൽ തന്നെ 30 ദിവസം കൊണ്ട് നയിക്കുക. ഈ 30 ദിവസത്തിൽ 25 ദിവസം അസഹീനപരമായിട്ടുള്ള ദിവസമാണെങ്കിൽ ജീവിതം ഭയങ്കരമായിട്ടുള്ള ഒരു ദുർബലപരമായിട്ടുള്ള ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. മനസ്സ് മടുക്കും, ജീവിതത്തിൽ തന്നെ മനസ്സ് മടുക്കും എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇരിക്കുന്ന ഒരു കുടുംബം എന്ന് വയ്ക്കുക. സാമ്പത്തികം കൊണ്ട് ബുദ്ധിമുട്ട് കൊണ്ടിരിക്കുന്ന കുടുംബം, സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ മാത്രം കുഴപ്പമില്ല. അതുപോലെ തന്നെ കടബാധ്യതകൾ കയറി ഒരുപാട് ശ്വാസം മുട്ടൽ അനുഭവിക്കുന്ന ചില വ്യക്തികൾ, ഞാൻ ഒരുപാട് ആളുകളുടെ സംഭാഷണങ്ങളും അവരുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഓരോരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ പ്രശ്നം വയ്ക്കുന്ന സമയത്തും അവരുടെ വിഷമങ്ങളും മറ്റുള്ളതെല്ലാം കണ്ടുവരികയും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യുന്ന, അതായത് പ്രശ്നങ്ങൾ വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ജാതകങ്ങൾ പരിശോധിക്കുമ്പോഴോ അവരുടെ ഉള്ളിലുള്ള നീറ്റലും വിഷമങ്ങളും എന്താണ് എന്ന് നമ്മൾക്കറിയാൻ പറ്റും. അപ്പോൾ അടുത്ത കാലത്ത് ഏകദേശം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ പ്രശ്നം വെക്കാനായിട്ട് വിളിച്ച് വിളിച്ചു വരുത്തി അവിടെ പ്രശ്നങ്ങൾ വെച്ചപ്പോൾ അവർ ആകെ ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനിലിരിക്കുകയാണ്. ജീവിക്കണോ വേണ്ടയോ എന്ന ഒരു കാഴ്ചപ്പാടിലായിരുന്നു. കാരണം അത്രത്തോളം വഴിമുട്ടി നിൽക്കുകയാണ്. ഭർത്താവ് ഒരു ജോലി എടുക്കുന്നതിൻ്റെ അടിയിൽ ഒരു ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴത്ത് വീണ് ഇടുപ്പിന് താഴെ ആയിട്ട് ഏകദേശം 10 മാസത്തോളമായി കിടപ്പിലാണ്. ഇപ്പോൾ ഏകദേശം സുഖപ്പെട്ട് വരുന്നുള്ളൂ. 2 മക്കൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. +1നും 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. ഭാര്യ ആകട്ടെ നല്ലൊരു തിരിച്ചറിവില്ലാത്ത, പുറത്ത് ജോലിക്കൊന്നും പോകാത്തൊരു വ്യക്തി. ഭർത്താവിനാകട്ടെ ഭാര്യനെ ജോലിക്ക് പറഞ്ഞയക്കുന്നതിലും താല്പര്യക്കുറവുണ്ട്. എന്നിരുന്നാലും നിവൃത്തിയില്ലാതെ അവർ പോവുകയാണ്. കാരണം അവരുടെ ജീവിത പ്രശ്നം ഉണ്ണാനോ ഉടുക്കാനോ അല്ല, കടബാധ്യതയുണ്ട് എന്നുള്ള പ്രശ്നം. ആ കടബാധ്യത കൊണ്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലത്ത് ഏകദേശം 7 മണിക്ക് ബസ് കയറിയാൽ ഏകദേശം 40-45 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് പോയിട്ടാണ്, ഏതാ സ്ഥലം എന്ന് പറയുന്നില്ല, അവിടെ പോയിട്ടുള്ള വർക്കുകൾ, ഒരു കമ്പനിയാണ്, അത് ഹോസ്പിറ്റലാവാം, കമ്പനിയാവാം, ഓഫീസാവാം, ഏതുമാകാം, അവിടെ വർക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് 8:30 മണിയോളം ആകും. അപ്പം ഭർത്താവ് മാത്രം ഒറ്റയ്ക്കിരിക്കും, കുട്ടികൾ സ്കൂൾ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കും. അപ്പോൾ അവരുടെ സങ്കീർത്തനപരമായിട്ടുള്ള ജീവിതം നോക്കുമ്പോൾ ഭർത്താവിനും മടുപ്പ് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഭാര്യയെ അയച്ചിട്ട് കാലത്ത് അയച്ചിട്ട് വൈകുന്നേരം എത്തുന്ന സ്ഥിതി.
അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ശുഭകാലം വരില്ലേ, ശുഭത്വം വരില്ലേ, നാളേക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവുമോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. ഇവിടെ പറഞ്ഞു വരുന്ന എന്താ വെച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരു ശുഭകാലം നിങ്ങൾക്കും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് നല്ലപോലെ ആഗ്രഹമുണ്ട്. അങ്ങനെ തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ ഇവിടെ പറയുന്നത് വെച്ച് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാ കാലവും ഒരുപോലെ ഇരിക്കില്ല. ചില ദിവസങ്ങളിൽ ചില മാറ്റങ്ങൾ വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസത്തിൽ 25 ദിവസം ബുദ്ധിമുട്ടുള്ള ദിവസം 5 ദിവസം മാത്രം നമുക്ക് സുഖമുള്ള ദിവസമായ പോരാ. ഏകദേശം 10 ദിവസമെങ്കിലും നമുക്ക് സുഖം കിട്ടിയാൽ 10 ദിവസമെങ്കിലും പണിയെടുത്താൽ ഒരു മാസം നമ്മൾക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. 30 ദിവസം പണിയെടുത്താൽ തീർച്ചയായിട്ടും നല്ലപോലെ കഴിഞ്ഞു പോകാം. പക്ഷേ 30 ദിവസത്തിൽ 10 ദിവസമെങ്കിലും ഭാര്യയും ഭർത്താവും പണിയെടുത്താൽ ഒരു കുടുംബം നീങ്ങി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ ചില ബിസിനസ് ചെയ്ത് ചെയ്യുന്ന ഒരാൾ ചില ദിവസങ്ങളിൽ ജോലി ഉണ്ടാവില്ല, ജോലി കുറവുണ്ടാവും, അല്ലെങ്കിൽ കച്ചവടം ഉണ്ടാവില്ല, കച്ചവടം കുറവുണ്ടാവും. അങ്ങനെയുള്ള ദിവസങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മിഥുനക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മിഥുനക്കൂറുകാർക്ക് ഓഗസ്റ്റ് 14, 15, 16 എന്ന തീയതികളിൽ ശുഭഫലങ്ങളും ശുഭവാർത്തകളും കേട്ടിരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഒരുമിച്ച് ഒരു സുപ്രഭാതത്തിൽ എല്ലാം കൂടി വരും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് അറിയാത്ത ദിവസങ്ങൾ, അതായത് കഷ്ടകാലം നമ്മൾക്ക് വരുന്നത് അറിയില്ല, നല്ല കാലം വരുന്നതും അറിയില്ല. പക്ഷെ നല്ല കാലത്തെ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്, കഷ്ടകാലത്തെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാറില്ല. കാരണം കഷ്ടകാലം അറിയാതെ വന്നു കയറുന്നതാണ്. ശുഭകാലം നമ്മൾ ആഗ്രഹിച്ച് വരുത്തുന്നതാണ്, വന്നുകൂടെ എന്ന് ചിന്തിക്കുന്നതാണ്. അപ്പോൾ അതിൽ വന്നിട്ട് നല്ല കാലം എന്ന് വെച്ച് പറഞ്ഞാൽ കുറച്ച് ധനം കിട്ടുക, കുറച്ച് ആഭരണം കിട്ടുക, ഒരു വസ്തു വാങ്ങിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വിലപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുക, അല്ലെങ്കിൽ നിർത്തിവെച്ച ജോലി തുടങ്ങാൻ പറ്റുക, നിർത്തിവെച്ച ബിസിനസ് തുടങ്ങാൻ പറ്റുക, ഒരു ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുക, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉള്ള തുക നീക്കി വയ്ക്കുക, കുട്ടികളുടെ വിദ്യാഭ്യാസം തരപ്പെടുത്തുക, ഭൂമി വാങ്ങിക്കുക, അതിലൊരു കൂര വയ്ക്കുക. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എല്ലാവർക്കും ചിന്തിച്ച് വരുന്ന സമയത്ത് ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ രോഗശൈലി കിടക്കുന്നവർക്കെല്ലാം പലവിധ ടെസ്റ്റുകൾ, അതായത് പെട്ടെന്നായിരിക്കും സുപ്രഭാതത്തിലായിരിക്കും തലവേദനയായിട്ട് സഹിക്കാൻ പറ്റാതെ ഹോസ്പിറ്റലിലേക്ക് പോണത്. അപ്പോൾ തല സ്കാനിങ് ചെയ്യണം പറയും. അപ്പോൾ അവിടെ പ്രശ്നമായി, ഏതാണാവോ എന്നുള്ള ഒരാസക്തിയായി. അത് ചിലപ്പോൾ ഒരാഴ്ചത്തോളം നീണ്ടു നിൽക്കും. ചിലപ്പോൾ സ്കാനിങ് എടുത്ത് അത് അത്ര ക്ലിയർ ആയിട്ടില്ല, MRI സ്കാൻ ചെയ്യണം എന്നാലേ പറയാൻ പറ്റുള്ളൂ പറയും. അപ്പോൾ വീണ്ടും നീണ്ടുപോയി. നമ്മുടെ ആകാംക്ഷ കൂടി വരികയാണ്, എന്താണാവോ അസുഖം എന്നുള്ളത്. അതൊന്ന് അറിഞ്ഞു കിട്ടാൻ വേണ്ടി വെപ്രാളപ്പെടും. ഏത് ദിവസമാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്, അപ്പോൾ അവർ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അഡ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള പരിപാടികളാണ് സ്കാനിങ് ചെയ്ത് തൃപ്തിയായില്ല. ന്യൂറോളജിസ്റ്റ് വന്ന സമയത്ത് പറയുന്നത് MRI സ്കാനിങ് എടുക്കണം പറഞ്ഞു. MRI സ്കാൻ എടുത്തു കഴിഞ്ഞു. MRI സ്കാനിന് വേണ്ടി 3 ദിവസം 4 ദിവസം കാത്തിരിപ്പ്, അത് കഴിഞ്ഞാലേ റിസൾട്ട് അറിയുള്ളൂ എന്ന് പറയും. അങ്ങനെ ഒരു കാത്തിരിപ്പിൻ്റെ ഒടുവിൽ വന്നിട്ട് കിട്ടുന്ന ഒരു റിപ്പോർട്ടിനെ നമ്മൾ കാത്തിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ആകാംക്ഷയാണ്. അതുപോലെ തന്നെയാണ് ദൂരദേശത്ത് പോയവർ തിരിച്ചു വരുന്നുണ്ടോ, മക്കൾ പുറത്തു പോയി കഴിഞ്ഞ് പറഞ്ഞാൽ വരാൻ വൈകിട്ടെങ്കിൽ എത്ര മണിക്ക് വരും എന്നതിനെ പറ്റി ചിന്തിക്കുന്ന ആളുകളുണ്ടാവും, മാതാക്കളുണ്ടാവും, പിതാക്കളുണ്ടാവും. അതുപോലത്തെ മറ്റ് പലതും ഉണ്ടാവും. അതായത് ഭർത്താവ് ജോലിക്ക് പോയിട്ട് സാധാരണ സമയത്ത് വന്നിട്ടില്ലെങ്കിൽ എന്താണാവോ, മക്കൾ ജോലിക്ക് പോയിട്ട് സാധാരണ സമയത്ത് വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് വന്നിട്ടില്ലെങ്കിൽ, കോളേജിൽ പോയിട്ട് വന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള ആകാംക്ഷകൾ കൊണ്ടിരിക്കുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ ശപിക്കാറുണ്ട്. ഇന്നത്തെ ദിവസം ടെൻഷൻ എടുത്തത് ആകെ മടുത്തുപോയി എന്ന് പറയാറുണ്ട്. ചില ദിവസങ്ങളായിട്ട് ആയാസന പോലെ നമ്മൾക്ക് പോകും. അങ്ങനെയുള്ള ദിവസങ്ങളെ പറ്റിയാണ് അറിയുന്നത്. അതായത് മകീരം, തിരുവാതിര, പുണർദം എന്ന മിഥുനക്കൂറുകാർക്ക് ഓഗസ്റ്റ് മാസം 14, 15, 16 എന്ന തീയതികളിൽ ശുഭഫലങ്ങൾ കേട്ടിരിക്കാനോ ശുഭഫലങ്ങൾ വന്നിരിക്കാനോ സാധ്യതയുണ്ട്. അതായത് ശുഭഫലങ്ങൾ എന്ന് വെച്ച് പറഞ്ഞാൽ ഒരുപാടൊന്നും നിങ്ങൾ ആഗ്രഹിക്കരുത്. പക്ഷെ ആഗ്രഹിച്ചാലും കുഴപ്പമില്ല, കുന്നോളം ആഗ്രഹിച്ചാലേ കുറച്ചെങ്കിലും കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആഗ്രഹിക്കുന്ന ഫലമുണ്ടാവുമെന്ന് പറയണം. കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ നക്ഷത്ര പ്രകാരം മകീരം, തിരുവാതിര, പുണർദം എന്ന നക്ഷത്രത്തിൻ്റെ പാദങ്ങൾ എനിക്ക് കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ദിവസമാണ് നല്ലൊരു ദിവസമായിട്ട് വരുന്നത്. 14, 15, 10 പറയുമ്പോൾ ചിലപ്പോൾ ഇതിൽ 14 ആയിരിക്കാം, ചിലപ്പോൾ 15 ആയിരിക്കാം, ചിലപ്പോൾ 16 ആയിരിക്കാം, ചിലപ്പോൾ 14, 15 ഉണ്ടാവും, ചിലപ്പോൾ 15, 16 ഉണ്ടാവും സുഖഫലമായിട്ട്. 3 ദിവസം സുഖഫലങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കിട്ടാതിരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ശുഭവാർത്തകൾ, ശുഭ അനുഭവങ്ങൾ, റിപ്പോർട്ടുകൾ, റിസൾട്ടുകൾ അങ്ങനെയുള്ളതൊക്കെ കിട്ടാനുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനത്തിന് നമ്മൾ മടിച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളുണ്ടാവും. ഈ ഒരു പഞ്ചായത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ വില്ലേജിലേക്ക് പോകണം, ഇന്ന കാര്യങ്ങൾക്ക് പോയിട്ട് മടുത്തു, ഇന്ന് പോയാൽ ശരിയാവും, നാളെ പോയാൽ ശരിയാവും, അല്ലെങ്കിൽ ആ വില്ലേജ് ഓഫീസർ ചില
സ്ഥലത്തുണ്ടാവില്ല, പോണ ആളുകൾ സ്ഥലത്തുണ്ടാവില്ല, എപ്പോൾ പോയാലും അടുത്ത് പിന്നെ ഒരു ദിവസം വരാൻ പറയും. അങ്ങനെയുള്ള ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഏത് ദിവസം പോയാലും പഠിക്കാമെന്ന് പറയും. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ കാര്യം സക്സസ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദൂരയാത്രകൾക്ക് പോയാൽ വെറുതെ മടുപ്പ് തോന്നി ഒന്നും കാര്യം നടക്കാതെ വരും. അങ്ങനെയുള്ള യാത്രകൾ കൊണ്ട് ഉപകരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സമയത്തുള്ള യാത്രകൾ കൊണ്ട് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം നടക്കും. അഥവാ നടക്കാതിരിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകാരം ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയോ നക്ഷത്ര പ്രകാരം വിപരീതപരമായിട്ട് വരണം. വിപരീതപരമായിട്ട് പറഞ്ഞാൽ ഈ 14, 15, 16 അനുകൂലമാണെങ്കിൽ അവർക്ക് നേരെ തിരിച്ച് പ്രതികൂലപരമായിട്ട് ദിവസമായിരിക്കും. അതായത് ടെൻഷൻ എടുപ്പിക്കുന്ന ദിവസമായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഈ 14, 15, 16 എന്നീ ദിവസങ്ങൾ ഗുണദോഷ മിശ്രപരമായി പോകും. ഗുണമില്ല ദോഷവും ഇല്ലാതെ പോയിട്ട്. അതേസമയത്ത് നമ്മൾ ഇങ്ങനെ മാത്രം ചിന്തിച്ച പോലെ തിരിച്ച് ചിന്തിച്ചൂടെ, അവർക്ക് യാതൊരുവിധ കുഴപ്പമില്ലാത്ത ദിവസമാണ്, സമമാണ് എന്ന് പറയുമ്പോൾ ഈ ദിവസം ഗുണപരമായിരിക്കും. അതേസമയത്ത് അവർക്കും ശുഭകരമായിട്ടുള്ള ദിവസമാണെങ്കിൽ തീർച്ചയായും ഈ ശുഭഫലം അനുഭവിക്കാൻ യോഗമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മകീരം തിരുവാതിര കൊണ്ടുവന്ന നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും 14, 15, 16 എന്ന തീയതികൾ ശുഭഫലമായിരിക്കും എന്ന് തന്നെ പറയാം. നമസ്കാരം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. നമസ്കാരം.